ഒരു അൻവറിനെതിരെ പരാതി നൽകിയ തോമസ് പിലിയാനിക്കലാണ് ഇപ്പോൾ മാതൃഭൂമിനൊപ്പം ചേരുന്നത്. എന്താണ് ഈ പരാതി കൊടുക്കാനുള്ള കാരണം? PV അൻവർ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഉള്ള ജോലിയല്ല ഇങ്ങനെ ചെയ്തത്. മറ്റൊരാളുടെ രഹസ്യം ചോർത്താനോ ഫോൺ ചോർത്താനോ ഒന്നും പൊതുപ്രവർത്തനം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അതിനായിട്ട് ഉള്ള ആൾക്കാർ വേറെ ഉണ്ട്, അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. ഇത് എന്തൊക്കെ രേഖകൾ ചോർത്തിയിട്ടുണ്ടെന്ന് പോലും ഇപ്പോൾ ആർക്കും അറിയില്ല. ഇങ്ങേരത് പരസ്യമായിട്ട് പറയുകയും കൂടെ ചെയ്തു. ചോർത്തി എന്നുള്ളത് തന്നെയല്ല, പരസ്യമായിട്ട് പറയുക വഴി പബ്ലിക്കിൻ്റെ ഒരിക്കലത് ഒരു തെറ്റായ സന്ദേശമാണ് അങ്ങേര് നൽകിയിരിക്കുന്നത്. ഇതാർക്കും ചെയ്യാവുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പൊതുപ്രവർത്തകന് പറഞ്ഞിരിക്കുന്ന പണി എന്താണെന്ന് ആദ്യം പഠിക്കണം, അത് കഴിഞ്ഞിട്ടേ ഇതിന് വരാവുള്ളൂ. എന്നാണ് ചേട്ടാ പരാതി കൊടുക്കുന്നത്? 5-ാം തീയതി കൊടുത്തു, സെപ്റ്റംബർ 5. പക്ഷേ ഈ കേസെടുക്കുന്നത് ഇന്നലെയാണോ? ഇന്നലെയാണ്. സെപ്റ്റംബർ 5-ാം തീയതി കൊടുക്കുന്ന പരാതി, കേസെടുക്കുന്നത് ഇന്നലെ. എനിക്കൊന്നു അൻവർ ഇടതുപക്ഷമായി ഇനി ബന്ധമില്ലാന്ന് തീരുമാനിക്കുന്ന വെള്ളിയാഴ്ചയാണ്, ശനിയാഴ്ചയാണ് കേസെടുക്കുന്നത് അല്ലേ? അത് ഞാനുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. ചേട്ടന് സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ? ഇല്ല, ഇപ്പം ഇല്ല. നേരത്തെ 10 വർഷം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. അതിനുശേഷം കേരള കോൺഗ്രസ് ഇല്ല. ഞാൻ ഇപ്പം എനിക്ക് രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല, മെമ്പർഷിപ്പും ഇല്ല. പിന്നെ മകന് കേരള കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ 10 വർഷമായിട്ട് രാഷ്ട്രീയത്തിലില്ല. ഇല്ല. ഈ പരാതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഈ പരാതി കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ആരെങ്കിലും? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഈ കേസ് പോലീസിൽ നിന്ന് എന്താ കിട്ടിയത്? ഇത് മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ടില്ല. എന്തായാലും നിലവിൽ വ്യക്തമായ രാഷ്ട്രീയം അങ്ങനെ ഒന്നുമില്ല, ഒരു പൊതുപ്രവർത്തന നിലയിൽ കൊടുത്ത കേസാണ്. അങ്ങനെ ചെയ്യാവുന്ന പണിയല്ലേ ചെയ്ത്. അങ്ങേർക്ക് വേറെ മാർഗ്ഗങ്ങൾ വേറെ ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങേർക്കത് ഒന്നിനും മുഖ്യമന്ത്രിയുടെ സത്യപ്പെടുത്തി എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ക്യാബിനറ്റിനെ സത്യപ്പെടുത്താം, അല്ലെ കോടതിയുണ്ട് ഈ രാജ്യത്ത്. ഇത് എന്തെല്ലാം ആയിരുന്നാലും ശരി, അങ്ങനെ ചെയ്ത് ആ ഒരു പ്രവൃത്തി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല, ഒരാളുടെ ഫോൺ ചോർത്തുക എന്നുള്ളത്. ഈ അൻവറിൻ്റെ വാർത്താ സമ്മേളനങ്ങളെ കണ്ടിട്ട് പത്രത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനത്തിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്, അങ്ങനെയാണോ? അൻവറിൻ്റെ വാർത്താ സമ്മേളനം സംബന്ധിച്ചുള്ള റിപ്പോർട്ട്. ഈ അൻവർ അതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ ഫോണ് ചോർത്തിയെന്നല്ല, ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് അത് ആ മാധ്യമങ്ങളെ കാണിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് പിന്നീട് പറഞ്ഞതല്ലേ, അത് പിന്നീടാണ് പറഞ്ഞത്. എന്തായാലും ഈ കേസ് നിലനിൽക്കുന്ന കറുകച്ചാൽ പോലീസ് പറഞ്ഞിട്ടുണ്ട്. നിൽക്കണമല്ലോ. നടപടികൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. അത് നിയമ നടപടി മുന്നോട്ട് പോകണം, അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ പോലീസ് വിളിച്ച് മൊഴി രേഖപ്പെടുത്തി എന്തൊക്കെയാണ് ചോദിച്ചത്? അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ കൊടുക്കാനുണ്ടായ കാരണം ഇത് തന്നെ പറഞ്ഞു. ഇത് തന്നെ പറഞ്ഞു. പൊതുപ്രവർത്തനം പറ്റുന്ന പണിയല്ല. അങ്ങനെയൊക്കെ മറ്റും പല മാർഗങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ എന്തെല്ലാം ചോർത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം? അതീവ രഹസ്യമായ രേഖകളൊക്കെ ചോർത്തിയിട്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പൊതുപ്രവർത്തനം ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. നിയമത്തിൻ്റെ മേളിൽ എല്ലാവരും തുല്യരാ. ഈ കേസ് എടുത്തതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ടോ? ഈ 5-ാം തീയതി കൊടുത്ത കേസ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അതിന് അത് സ്വാഭാവികമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ പരാതി കൊടുക്കുന്നു, അതിനുശേഷം DGPക്കാണ് മെയിൽ ചെയ്യുന്നത്. ഇത്രയും കാലതാമസം വന്നത് എന്ന് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ലില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. എന്തായാലും ആര്യ, തോമസ് പിലിയാനിക്കലിൻ്റെ ആദ്യത്തെ പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹം പറയുന്നത് ഇതിൽ രാഷ്ട്രീയമൊന്നും തന്നെ ഇല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അൻവറിൻ്റെ കുറച്ചുകൂടി മാന്യമായ ഇടപെടമായിരുന്നു. ഇത്തരത്തിൽ ഫോൺ ചോർത്തലൊന്നും തന്നെ പൊതുപ്രവർത്തനം സംബന്ധിച്ച് ചേരുന്നതല്ല, അതുകൊണ്ടാണ് ഈ പരാതി നൽകിയത്. തനിക്ക് വ്യക്തമായ രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ അവിടെ നിൽക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് ആര്യ. 5-ാം തീയതി കൊടുത്ത പരാതിയാണ്, പക്ഷേ പോലീസ് കേസെടുക്കുന്നത് അൻവർ ഇടതുപക്ഷമായി ഒരു ബന്ധവുമില്ല എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് പിറ്റേ ദിവസമാണ്. അതായത് LDFിൽ നിന്ന് അൻവർ പുറത്തായതിന് പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ കേസെടുക്കുന്നത്. അതായത് 5-ാം തീയതി കൊടുത്ത പരാതിക്ക് അന്ന് തന്നെ ഒരുപക്ഷെ പോലീസിന് കേസെടുക്കാമായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞ് അൻവർ LDFിൽ നിന്ന് പുറത്തായതിനു ശേഷമാണ് പോലീസ് കേസെടുത്തത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.